തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിങ്ഫിഷർ ട്രെയിനിംഗ് അക്കാദമിയാണ്. സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതായി മതപണ്ഡിതന്മാർ അറിയിച്ചു. തൃശൂർ CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നാളെ രാവിലെ നടക്കുന്ന ഈദ്ഗാഹ് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. സോളാർ അഴിമതി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് മുഖ്യമന്ത്രി കേസ് അന്വേഷണം മരവിപ്പിക്കുകയാണെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു. ജുഡീഷ്യറിയെ പോലും സ്വാധീനിച്ച് കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നതെന്നും പ്രകാശ് ബാബു. മോടി കൂട്ടിയ KSRTC റോഡിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമായില്ല. ദിവാൻജി മൂല മുതൽ ശങ്കരയ്യർ റോഡ് വരെയുള്ള റോഡിലെ വൻ കുഴികളും റോഡിന്റെ വീതി കുറവുമാണ് ഗതാഗതക്കുരുക്കിന് കാരണം. അഡാട്ട് ഫാർമേഴ്സ് സഹകരണ സർവീസ് ബാങ്കിലെ നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ വീണ്ടും ചുമതലയേറ്റു. ഭരണസമിതി പിരിച്ചുവിട്ടത് വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് LDF അഡാട്ട് പഞ്ചായത്ത് കമ്മിറ്റി. ഡൽഹിയിലുണ്ടായ വാഹനാപകടത്തിൽ പറപ്പൂർ സ്വദേശിയായ MBA വിദ്യാർത്ഥി മരിച്ചു. ക്രൈസ്റ്റ് കോളേജിലെ കായിക അധ്യാപകൻ തോമസിന്റെ മകൻ ഡെയ്നാണ് മരിച്ചത്. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതിനാൽ സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് ഇസ്ലാം മതപണ്ഡിതർ അറിയിച്ചു. കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, ഹിലാൽ കമ്മിറ്റി ചെയർമാൻ AP അബ്ദുൽ ഖാദർ മൗലവി, പാളയം ഇമാം എന്നിവരാണ് നാളെ സംസ്ഥാനത്ത് ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് അറിയിച്ചത്. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി നാളെ സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ഇസ്ലാം മതവിശ്വാസികൾ നാളെ ഈദുൽ ഫിത്തർ ആഘോഷിക്കും. പശ്ചിമ ചക്രവാളത്തിൽ ശവ്വാൽ മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മതവിശ്വാസികൾ ഫിത്തുർ സക്കാത്ത് കൊടുത്തു തുടങ്ങി. ഫിത്തുർ സക്കാത്ത് വിതരണത്തിന് ശേഷം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ വിശ്വാസികൾ സംബന്ധിക്കും. സർവ്വമത സാഹോദര്യം ഊട്ടിയുറപ്പിക്കാനും ബന്ധങ്ങൾ പുതുക്കാനും പെരുന്നാൾ ദിനം ഉപയോഗപ്പെടുത്തും. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസം പടിയിറങ്ങിയതിന്റെ ദുഃഖത്തിലും പെരുന്നാളിന്റെ സന്തോഷത്തിലുമാണ് വിശ്വാസികൾ. പെരുന്നാൾ ദിവസം ആരും പട്ടിണി കിടക്കരുതെന്നാണ് പ്രവാചക വചനം. റംസാനിലെ അവസാന 10 ദൈവഭവനങ്ങളിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന വിശ്വാസി സമൂഹം ഇന്ന് മഗ്രിബ് നമസ്കാരത്തോടെ കുടുംബങ്ങളിലേക്ക് ദൈവപ്രകീർത്തനങ്ങളോടെ മടങ്ങി. സന്തോഷാശ്രുക്കളോടെ റംസാനിന് യാത്രാമൊഴി ചൊല്ലിയ ഹൃദയങ്ങൾ പെരുന്നാൾ നമസ്കാരത്തോടെ സായുജ്യം നേടാനുള്ള ഒരുക്കത്തിലാണ്. ജീവിതത്തിലുടനീളം ദൈവവചനങ്ങൾ അനുസരിക്കണമെന്നും ജീർണിച്ച കമ്പോളവൽക്കരണവും അനാചാരങ്ങളും ഉപേക്ഷിച്ച് മൂല്യബോധമുള്ളവരായി പുതിയ ജീവിതം കെട്ടിപ്പടുക്കണമെന്നുമാണ് ഈദുൽ ഫിത്വർ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് കുറുക്കഞ്ചേരി മുസ്ലിം ജുമാഅത്ത് പള്ളി ഖത്തീബ് ഹാഫിദ് ഫൈസൽ റഹ്മാനി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ഒരു പ്രഖ്യാപനമാണ്, വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റേതുമായ പ്രഖ്യാപനമാണ് ഈ പെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം. ജീവിതത്തിലുടനീളം ഈ ദൈവ ചിന്തയുടെയും അനുസരണത്തിൻ്റെയും ജീവിതം പാലിക്കുവാൻ വിശ്വാസി സമൂഹം ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ പെരുന്നാൾ നമ്മോട് പറയുന്നുണ്ട്. ഈ പെരുന്നാളിനെ ആർഭാടത്തിൻ്റെയും അനാചാരങ്ങളുടെയും ജീർണിച്ച കമ്പോള സംസ്കാരത്തിൻ്റെതും ആക്കി മാറ്റാതെ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളോടും ധർമ്മങ്ങളോടും പ്രതിബദ്ധതയുള്ള ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുമായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഈ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വേളയിൽ TCVയുടെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ പെരുന്നാളാശംസകൾ അറിയിക്കുകയാണ്. ആത്മസംസ്കരണത്തിന്റെയും ഹൃദയവിശുദ്ധിയുടെയും ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ഇസ്ലാം മതവിശ്വാസികൾ നാളെ ഈദുൽ ഫിത്വർ ആഘോഷിക്കും. ഫിത്തുർ സക്കാത്ത് വിതരണത്തിന് ശേഷം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും നടക്കുന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ സംബന്ധിക്കും. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളും പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നാളെ രാവിലെ 7:30 ഈദ്ഗാഹ് നടക്കും. ഹിറ മസ്ജിദ് ഖത്തീബ് TP ഷറഫുദ്ദീൻ മൗലവി നേതൃത്വം നൽകും. തൃശൂർ ഹനഫി സുന്നത്ത് ജമാഅത്ത് ജുമാ മസ്ജിദിലും തൃശൂർ IIC മസ്ജിദിലും നാളെ രാവിലെ 8:30 പെരുന്നാൾ നമസ്കാരം നടക്കും.
ജമാഅത്ത് ജുമാ മസ്ജിദിൽ അബ്ദുൽ ഷുക്കൂർ മൗലവി, MIC മസ്ജിദിൽ മുഹമ്മദ് ഫൈസി ഓണംപിള്ളി എന്നിവർ നേതൃത്വം നൽകും. കാളത്തോട് ജുമാ മസ്ജിദിൽ രാവിലെ 8-നും, കൂർക്കഞ്ചേരി ജുമാ മസ്ജിദ്, വടൂക്കര ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ രാവിലെ 8:30-നും പെരുന്നാൾ നമസ്കാരം നടക്കും. തൃശൂർ CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ് ഗാഹ് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. സോളാർ അഴിമതി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് മുഖ്യമന്ത്രി കേസ് അന്വേഷണം മരവിപ്പിക്കുകയാണെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു പറഞ്ഞു. ഈ മാസം 12-ന് ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന് മുന്നോടിയായി ജില്ലയിൽ LDF നടത്തിയ വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം നിഷ്പക്ഷമായ അന്വേഷണം നടക്കില്ല. ശ്രീധരൻ നായരുടെ മൊഴി അനുസരിച്ച് പോലീസ് ആരെയും ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്യാതെ അന്വേഷണം മുന്നോട്ടു പോകില്ലെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ജുഡീഷ്യറിയെ പോലും സ്വാധീനിച്ച് കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നതെന്നും പ്രകാശ് ബാബു ആരോപിച്ചു. LDF മണ്ഡലം കൺവീനർ പ്രൊഫസർ M. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, P. ബാലചന്ദ്രൻ, CK വത്സൻ, PK രാജൻ, VK മോഹനൻ, പ്രൊഫസർ R. ബിന്ദു, PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ KP രാജേന്ദ്രനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും പ്രചാരണം നടത്തിയാണ് രാധാകൃഷ്ണൻ MLA മാനേജരായുള്ള ജില്ലാ വാഹന പ്രചരണ ജാഥ തൃശൂരിൽ സമാപിച്ചത്. ഇന്റർലോക്ക് ടൈൽസ് പതിച്ചും ഫുട്പാത്ത് നവീകരിച്ചും മോടി കൂട്ടിയ KSRTC റോഡിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമായില്ല. ഒച്ചിഴയുന്നത് പോലെയാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത്. രാവിലെയും വൈകിട്ടും തിരക്കുള്ള സമയങ്ങളിൽ മിനിറ്റുകളോളം വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വരുന്നുണ്ട്. ദിവാൻചി മൂല മുതൽ ശങ്കരയ്യ റോഡ് വരെയുള്ള റോഡിലെ വൻ കുഴികളും റോഡിന്റെ വീതി കുറവും മൂലം വാഹനങ്ങൾക്ക് വേഗത്തിൽ കടന്നുപോകാൻ കഴിയാത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. ഇവിടെയുള്ള റെയിൽവേ മേൽപ്പാലത്തിലും ടാറിംഗ് ഇളകി കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കുഴികളിൽ മെറ്റലും ക്വാറി വേസ്റ്റും കൊണ്ടുവന്നിടുക മാത്രമാണ് അധികൃതർ ചെയ്യുന്നത്. എന്നാൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ ദുരിതം നിറയ്ക്കുന്ന സ്ഥിതിയിലേക്ക് മാറും. കൂടാതെ റെയിൽവേ മേൽപ്പാലം റോഡ്, ശങ്കരയ്യ റോഡിൽ ചേരുന്ന പൂത്തോൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്ക് പലപ്പോഴും ദിവാൻജിമൂലയിലെ വാഹന ഗതാഗതത്തെ നിശ്ചലമാക്കാറുണ്ട്. ദിവാൻജിമൂല ശങ്കരയ്യ റോഡിലെ കുഴികൾ അടച്ച് വീതി കൂട്ടിയാലേ KSRTC റോഡിലെ കുരുക്കഴിക്കാനാകൂ. ജില്ലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളും ചരക്ക് വാഹനങ്ങളും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. കൂടാതെ വെളിയന്നൂർ റോഡ് വൺവേ സംവിധാനം നിലവിലുള്ളതും KSRTC റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നുണ്ട്. റോഡിൽ മുഴുവൻ പരന്നു നീങ്ങുന്ന വാഹനങ്ങൾക്കിടയിലൂടെ കാൽനട യാത്രക്കാർ അപകടകരമായാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. എത്രയും വേഗം ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് TCV. അഡാട്ട് ഫാർമർ സർവീസ് സഹകരണ ബാങ്കിലെ നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ വീണ്ടും ചുമതലയേറ്റു. തൃശൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് പ്രകാരം സീനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ P. രാമചന്ദ്രനാണ് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു ചുമതലയേൽക്കൽ. ഭരണസമിതി പിരിച്ചുവിട്ടതിൽ LDF പ്രതിഷേധിച്ചു. ഹൈക്കോടതി വിധി അനുസരിച്ച് അധികാരത്തിലേറിയ ഭരണസമിതി പിരിച്ചുവിട്ടത് വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് LDF അഡാട്ട് പഞ്ചായത്ത് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. അഡ്മിനിസ്ട്രേറ്റർ ഭരണകാലത്ത് നടത്തിയ പച്ചത്തേങ്ങ സംഭരണത്തിൽ ബാങ്കിന് 25 ലക്ഷം രൂപ നഷ്ടം വരുത്തിയ അഴിമതിയെപ്പറ്റി തൃശൂർ വിജിലൻസ് കോടതിയെ അന്വേഷിക്കുകയാണ്. ബാങ്കിന്റെ മുൻ പ്രസിഡന്റും സഹകരണ മന്ത്രിയുടെ മരുമകനുമായ MV രാജേന്ദ്രൻ നിയമവിരുദ്ധമായി ബാങ്കിൽ നിന്നെടുത്ത 45 ലക്ഷം രൂപ തിരിച്ചുപിടിക്കാൻ സഹകരണ രജിസ്ട്രാർ ഉത്തരവിട്ടിരുന്നു. ഈ നടപടികളെല്ലാം അട്ടിമറിക്കാനാണ് ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നതെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഡൽഹിയിലുണ്ടായ വാഹന അപകടത്തിൽ പറപ്പൂർ സ്വദേശിയായ MBA വിദ്യാർത്ഥി മരിച്ചു. പറപ്പൂർ കൊള്ളന്നൂർ വീട്ടിൽ 22 വയസ്സുള്ള ഡെയിനാണ് മരിച്ചത്. ക്രൈസ്റ്റ് കോളേജിലെ കായിക അധ്യാപകനും തൃശൂർ ജില്ലാ അത്ലറ്റിക്സ് സെക്രട്ടറിയുമായ തോമസിന്റെ മകനാണ് ഡെയിൻ. ഡൽഹി അമിറ്റി യൂണിവേഴ്സിറ്റിയിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ഇന്ന് രാവിലെ എയർപോർട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ അപകടമുണ്ടായി മരിച്ചത്. ബൈക്ക് നിർത്തി അരികിൽ നിൽക്കുകയായിരുന്ന ഡെയിനിനെയും സുഹൃത്തിനെയും ട്രക്കിടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഡെയിൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഡെയിന്റെ മൃതദേഹം നാളെ രാവിലെ വീട്ടിലെത്തിച്ച് ഉച്ചതിരിഞ്ഞ് പറപ്പൂർ സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന ദേവാലയത്തിൽ സംസ്കരിക്കും. ഇടവേള. തൃശൂർ റൗണ്ടപ്പ് തുടരുന്നു.
കൊടുങ്ങല്ലൂർ നഗരത്തിൽ കളർ ലാബിൽ തീപിടുത്തം. വടക്കേനടയിലെ സെൻട്രൽ ലേസർ കളർ ലാബിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 9:30 കളർ ലാബ് തുറന്നയുടനെയായിരുന്നു അപകടം. AC ഓൺ ചെയ്തയുടനെ തീപ്പൊരി ചിതറുകയായിരുന്നു. അണയ്ക്കാൻ കഴിയും മുൻപേ തീ ആളിപ്പടർന്നു. അകത്തുണ്ടായിരുന്ന ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തീ പടർന്നു പിടിച്ചതോടെ പുക നിറഞ്ഞതുമൂലം രക്ഷാപ്രവർത്തനം ശ്രമകരമായി. ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റുകൾ 1 മണിക്കൂറോളം സമയം പരിശ്രമിച്ചാണ് തീ അണച്ചത്. പോലീസും ആക്സ് പ്രവർത്തകരും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. തീ സമീപത്തെ സ്ഥാപനങ്ങളിലേക്ക് പടരാതിരിക്കാൻ ഫയർഫോഴ്സ് ശ്രമിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. പെരുന്നാളിന്റെ ഒരുക്കങ്ങൾക്കിടയിൽ കൊടുങ്ങല്ലൂർ നഗരത്തിലുണ്ടായ തീപിടുത്തം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. ജനത്തിരക്കേറിയ വടക്കേ നടയിലാണ് തീപിടുത്തമുണ്ടായത്. നിറയെ വ്യാപാര സ്ഥാപനങ്ങളുള്ള ഇവിടെ ഇരുചക്ര വാഹനങ്ങളും മറ്റും നിർത്തിയിട്ടിരുന്നു. തീ പടർന്നയുടനെ തന്നെ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചതിനാൽ നാശനഷ്ടങ്ങൾ ഒഴിവായി. ജില്ലയിൽ കനത്ത മഴയ്ക്ക് അല്പം ശമനമായെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ജില്ലയിൽ 42 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2000-ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിലെ ഇട്ട്യാണിയിൽ റോഡിലെ മണ്ണിടിഞ്ഞത് ഗതാഗതത്തെ ഭാഗികമായി ബാധിച്ചു. മേഖലയിൽ ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. മറ്റം വാഗയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണതിനെ തുടർന്ന് ട്രെയിൻ പിടിച്ചിട്ടു. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ ട്രെയിനാണ് അല്പനേരം പിടിച്ചിട്ടത്. മഴക്കെടുതിയെ തുടർന്ന് ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ സൈന്യം വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ജില്ലയിൽ 7 വീടുകൾ കൂടി ഭാഗികമായി തകർന്നു. തൃശൂർ താലൂക്കിൽ 16ഉം കൊടുങ്ങല്ലൂർ താലൂക്കിൽ 14ഉം മുകുന്ദപുരം താലൂക്കിൽ 12ഉം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അതിരപ്പള്ളി, വാഴച്ചാൽ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികൾക്കുള്ള നിയന്ത്രണം 2 ദിവസം കൂടി തുടരും. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നൽകി കോടികൾ തട്ടിയ കേസിൽ മുഖ്യപ്രതി ഗീത റാണി ഉൾപ്പെടെ 5 പ്രതികളുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തും. കേസിൽ ഇടനിലക്കാരായിരുന്ന തൃശൂർ സ്വദേശി പ്രജിത, അയ്യന്തോൾ സ്വദേശിനി ഉഷാകുമാരി എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഗീത റാണിയെ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. വ്യാജ നിയമന ഉത്തരവ് തയ്യാറാക്കാൻ പ്രതികൾ ഉപയോഗിച്ച കമ്പ്യൂട്ടറും മറ്റും പോലീസ് പിടിച്ചെടുത്തു. 50ഓളം പേരാണ് സംഘത്തിന്റെ തട്ടിപ്പിനിരയായത്. തൃശൂർ വിവേകോദയം സ്കൂളിൽ അധ്യാപക നിയമനം വാഗ്ദാനം ചെയ്തും പ്രതികൾ തട്ടിപ്പ് നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിൽ ജോലിസ്ഥലത്ത് മരിച്ച യുവതിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. ബന്ധുക്കൾ കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഒല്ലൂർ പെരുവാംകുളങ്ങര സ്വദേശിനി പൊയ്യാറ വീട്ടിൽ ഷൈജിയാണ് ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒല്ലൂർ സ്വദേശികളാണ് കുട്ടിയെ പരിചരിക്കുന്നതിനായി 1 വർഷം മുൻപ് ഷൈജിയെ ബഹ്റൈനിലേക്ക് കൊണ്ടുപോയത്. 4 മാസം മുൻപ് വീട്ടിൽ വന്ന് മടങ്ങിയ ശേഷം ഓണത്തിന് നാട്ടിൽ വരാനിരിക്കെയായിരുന്നു മരണം. ഷൈജിയുടെ ബന്ധുക്കൾ ഒല്ലൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. പ്രമുഖ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പും മോഷണവും നടത്തുന്ന പ്രതിയെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക ബീച്ച് സ്വദേശി പട്ടാട്ടു വീട്ടിൽ യൂസഫിനെയാണ് തൃശൂർ ഈസ്റ്റ് SI ലാൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. വലിയ ആശുപത്രികളിലെത്തി അമ്മമാരടക്കമുള്ളവരെ കബളിപ്പിച്ച് ചികിത്സയ്ക്ക് പണമില്ലെന്ന വ്യാജേന പണവും ആഭരണങ്ങളും തട്ടിയെടുക്കുകയാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ ICUവിലും ആശുപത്രി റൂമുകളിലും കയറി പണവും സ്വർണവും പ്രതി മോഷ്ടിക്കാറുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി 14ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ടെന്ന് SI പറഞ്ഞു. ഇനി റംസാൻ വിശേഷങ്ങൾ. മൈലാഞ്ചി മൊഞ്ചിന്റെ ഇശലുകളുമായി ചെറിയ പെരുന്നാൾ വന്നെത്തി. കെസ്സുപാട്ടിന്റെ ഈണത്തിനൊപ്പം മൈലാഞ്ചിയുടെ ചേലും പകർന്ന് പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. മൊഞ്ചുള്ള കൈകളിലെ മൈലാഞ്ചി ചന്തം റംസാൻ നാളുകളിലെ കാഴ്ചയാണ്. കൈകളിൽ ചിത്രങ്ങളായി മൈലാഞ്ചി വർണ്ണങ്ങൾ പടരുമ്പോൾ ആഹ്ലാദത്തിന്റെ ആത്മനിർവൃതിയിലായിരിക്കും മുസ്ലിം വിശ്വാസികൾ. നീണ്ട വ്രതാനുഷ്ഠാനത്തിന് വിരാമമിട്ട് മാനത്ത് ശൗവാൽ നിലാവ് ഉദിക്കുമ്പോൾ മൈലാഞ്ചി മൊഞ്ചിൽ ചാലിച്ചെഴുതിയ റംസാൻ നാളിന്റെ ആരവങ്ങളും ആഘോഷങ്ങളും തുടങ്ങുകയായി. വീട്ടിലെ മൊഞ്ചത്തികൾ കൂട്ടമായിരുന്ന ആ സന്തോഷം മൈലാഞ്ചി ചേലായി പകരുമ്പോൾ റംസാൻ കൂട്ടായ്മയുടെ പെരുന്നാളായി മാറുന്നു.
വിവാഹ നാളുകളിൽ ഒപ്പനപ്പാട്ടിന് ചന്തം പകർന്നിരുന്ന മൈലാഞ്ചി ഇന്ന് റംസാൻ ആഘോഷങ്ങളിലെ ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറിയിരിക്കുന്നു. വിശ്വാസം പുണ്യം നിറഞ്ഞ വ്രതമാസത്തിന് പരിസമാപ്തിയായി മാനത്ത് നിലാവുദിച്ചാൽ വീടുകളിൽ മൈലാഞ്ചി സംഘങ്ങൾ സജീവമാവുകയായി. തൊടികളിലെ മൈലാഞ്ചി ഇന്ന് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയായി മാറിയപ്പോൾ ട്യൂബ് മൈലാഞ്ചിക്കാണ് വിപണിയിൽ ആവശ്യക്കാർ ഏറെ. ട്യൂബിലും ഒട്ടനവധി വൈവിധ്യങ്ങളുണ്ട്. 5 രൂപ മുതൽ 15 രൂപ വരെയാണ് ട്യൂബ് മൈലാഞ്ചിയുടെ വില. മൈലാഞ്ചി സുന്നത്ത് എന്നറിയപ്പെടുന്ന ഈ ആചാരം പുണ്യകർമ്മമായിട്ടാണ് മുസ്ലിം വിശ്വാസികൾ കരുതിപ്പോരുന്നത്. വൃദ്ധാനുഷ്ഠാനത്തിന്റെ രാവുകൾക്ക് വിരാമമിട്ട് ആഘോഷത്തിന്റെ പകലുകളിലേക്ക് കടക്കുമ്പോൾ കയ്യിൽ മൈലാഞ്ചി വേണം. മുഞ്ചുള്ള കൈകളിൽ മൈലാഞ്ചി ചേല് പകർന്ന് റംസാൻ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് മൊഞ്ചത്തികൾ. TCVക്ക് വേണ്ടി ക്യാമറമാൻ സന്ദീപിനൊപ്പം ലിറ്റി ജോൺ. തൃശൂർ പാലക്കാട് പീച്ചി റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരം 7ാം ദിവസം പിന്നിട്ടു. തൃശൂർ പാലക്കാട് ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ബസ് സമരം അനിശ്ചിതത്വമായി തുടരുന്നത് യാത്രക്കാരെ സാരമായി ബാധിച്ചു. അതേസമയം ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ഈ മാസം 13-ന് സൂചനാ പണിമുടക്ക് നടത്തും. തൃശൂരിൽ നടന്ന ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിലാണ് പണിമുടക്കിന് തീരുമാനമെടുത്തത്. മണ്ണുത്തി മേഖലയിലെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയനും സൂചനാ പണിമുടക്കിൽ പങ്കെടുക്കും. പാവറട്ടിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്കേറ്റു. പാവറട്ടി മനപ്പടിക്ക് സമീപം ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. ബൈക്കിന് പിറകിലിരുന്ന എളവത്തൂർ സ്വദേശിനി അമ്പലത്ത് വീട്ടിൽ സുലൈമാൻ ഭാര്യ താഹിറയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ ആദ്യം പാവറട്ടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തൃശൂർ പറപ്പൂർ റൂട്ടിലോടുന്ന KMT എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. അമിത വേഗത്തിൽ വന്നിരുന്ന ബസ് എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ മറവിൽ ആവശ്യമായ പിരീഡും കുട്ടികളുമുള്ള കായിക അധ്യാപകരെ 2-3 സ്കൂളിലേക്ക് മാറ്റാനുള്ള അശാസ്ത്രീയമായ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംയുക്ത കായിക അധ്യാപക സംഘടന റവന്യൂ ജില്ലാ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് AG അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സമരപ്രഖ്യാപന കൺവെൻഷൻ തൃശൂരിൽ സംഘടിപ്പിച്ചു. സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരുടെ പ്രമോഷൻ അനുപാതം അട്ടിമറിക്കുന്നതിനെതിരെ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുൻപിൽ ഈ മാസം 19-ന് നടത്തുന്ന ഉപവാസത്തിന് മുന്നോടിയായാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. ഹെഡ് നഴ്സുമാരെ ഒഴിവാക്കി സ്റ്റാഫ് നഴ്സുമാരുടെ മാത്രം പ്രമോഷൻ അനുപാതം നടപ്പാക്കുന്ന സർക്കാർ നിലപാടിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ കൺവെൻഷൻ തീരുമാനിച്ചു. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. രവീന്ദ്രനാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി CG രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി NB സുധീഷ് കുമാർ, TT ആൻസി, PR ശോഭന, CM ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി തൃശൂരിൽ സ്വാതന്ത്ര്യദിന പരേഡിന്റെ റിഹേഴ്സൽ നടന്നു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന റിഹേഴ്സൽ പരേഡിൽ പോലീസ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, NCC എന്നീ വിഭാഗങ്ങൾ പങ്കെടുത്തു. പൂങ്കുന്നം ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. പൂങ്കുന്നം ജംഗ്ഷനിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന റോഡിലാണ് ഗതാഗതക്കുരുക്ക്. ജംഗ്ഷൻ മുതൽ ലെനിൻ നഗർ വരെ റോഡിലുള്ള കുഴികളാണ് വാഹന ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നത്. കുന്നംകുളത്ത് നിന്ന് വരുന്ന നിരവധി വാഹനങ്ങൾ പാട്ടുരായ്ക്കൽ വരെ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നുണ്ട്. മിക്ക സമയങ്ങളിലും ഇവിടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. റോഡിലെ കുഴികളിൽ ബൈക്ക് മറിഞ്ഞു വീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ പതിവാണെന്ന് യാത്രക്കാർ പറയുന്നു. ജില്ലയിൽ പകർച്ചപ്പനി ബാധിച്ച് 1477 പേർ ചികിത്സ തേടി. 5 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. കടങ്ങോട്, വെള്ളാങ്കല്ലൂർ, ആളൂർ, വടക്കേക്കാട് എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത്. പാവറട്ടിയിലെ പച്ചക്കറി മൊത്ത വ്യാപാര സ്ഥാപനത്തിലേക്ക് പച്ചക്കറികളുമായി വന്ന ലോറിക്ക് നേരെ ആക്രമണം നടന്നതായി പരാതി. പാവറട്ടി ചിറ്റാട്ടുകര റോഡിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന VKG വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിലേക്ക് പച്ചക്കറികളുമായി വന്ന ലോറി ബ്രഹ്മകുളം മുസ്ലിം പള്ളിക്ക് സമീപം 6-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. ലോറിയുടെ മുൻവശത്തെ ഗ്ലാസുകൾ തകർന്ന നിലയിലാണ്. ലോറി ഡ്രൈവർ കണ്ടാണശ്ശേരി സ്വദേശി സന്തോഷിനെ മർദ്ദിക്കുകയും മൊബൈലും ലൈസൻസും 3000 രൂപയും മോഷ്ടിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു.
സന്തോഷിനെ നിസ്സാര പരുക്കുകളോടെ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പാവറട്ടിയിലെ BMS യൂണിയനിൽപ്പെട്ട 3 പേരെയും INTUC യൂണിയനിലെ 3 പേരെയും ഗുരുവായൂർ CI K സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. BMS അംഗങ്ങളായ മുല്ലശ്ശേരി കല്ലായി രാമദാസ്, കാക്കശ്ശേരി വെട്ടിപ്പുറ ബാബു, പൂവത്തൂർ കളപ്പുരയ്ക്കൽ സതീഷ്, INTUC അംഗങ്ങളായ ചിറക്കൽ അരുൺ ഗോപി, കട്ടിലപ്പൂവം ജോയ്, പാവറട്ടി വെൺമേനാട് പറക്കാട്ട് മണികണ്ഠൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ചരക്കുകൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനും സ്വന്തം തൊഴിലാളികളെ ഉപയോഗിക്കുന്നതിന് സ്ഥാപനം ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചിരുന്നു. നിരവധി അടിപിടി കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെണ്ണൂർ സ്വദേശി വെണ്ടോക്കിൽ പറമ്പിൽ റഷീദാണ് അറസ്റ്റിലായത്. ബസ്സിൽ ക്ലീനറായി ജോലി ചെയ്തിരുന്ന പ്രതി മറ്റൊരു ബസ്സിലെ ക്ലീനറെ 2008 മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കുപ്പികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇയാൾക്കെതിരെ ചേലക്കര സ്റ്റേഷനിലും കേസുകൾ നിലവിലുണ്ട്. മറ്റൊരു ഭാര്യയോടൊപ്പം പ്ലാക്കോട് ഒളിവിൽ താമസിച്ചു വരികയായിരുന്ന പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് അഡീഷണൽ SI മോഹൻദാസ്, സീനിയർ CPO VS സന്തോഷ്, CPOമാരായ ബിജു, ബിനു ഡേവിസ്, ശിവപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പിടികിട്ടാപ്പുള്ളികളെ പിടിക്കുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വിയൂർ പോലീസ് പിടികൂടുന്ന 3ാമത്തെ പ്രതിയാണ് റഷീദ്. അഡ്വക്കേറ്റ് KB വീരചന്ദ്രമേനോന്റെ നിര്യാണത്തിൽ തൃശൂർ ബാർ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് V ഗിരീശൻ, അഡ്വക്കേറ്റ് PV ഹരിദാസ്, അഡ്വക്കേറ്റ് VP കിഷോർ, അഡ്വക്കേറ്റ് പ്രശാന്ത് കുന്നത്ത്, അഡ്വക്കേറ്റ് സോണിയ കുര്യൻ, അഡ്വക്കേറ്റ് സ്മിത ജോർജ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ഡെവലപ്മെന്റ് അതോറിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി NSSഉം സംയുക്തമായി നടപ്പിലാക്കുന്ന വിത്തുൽപാദനത്തിന്റെ ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ K രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. TDA ചെയർമാൻ K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NSS ജില്ലാ കോർഡിനേറ്റർ പ്രൊഫസർ KN രമേശ്, സെന്റ് മേരീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസീന്ത, ഡോക്ടർ ജോബി തോമസ്, K സൗമ്യ എന്നിവർ സംസാരിച്ചു. മികച്ച NSS പ്രോഗ്രാം ഓഫീസർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രൊഫസർ ജയശ്രീ പോൾ, പ്രൊഫസർ TI ലില്ലി, മികച്ച NSS വോളണ്ടിയറായി തിരഞ്ഞെടുക്കപ്പെട്ട P കൃഷ്ണപ്രിയ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. വിധവകളെയും വികലാംഗരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നന്മയിലേക്കും എത്തിച്ച് പരിപോഷിപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമം മുഹമ്മദ് നബിയുടെയും ഗാന്ധിജിയുടെയും മാർഗമാണെന്ന് കേരള PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള വിധവാ സംഘം, റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഹൈടെക് ജൈവ കൃഷി അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വെള്ളറക്കാടിൽ വിധവകൾക്കും വികലാംഗർക്കും ഒരുക്കിയ പ്രകൃതി വിഭവ സെമിനാറും പ്രകൃതിദത്ത ഇഫ്താറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള സാമൂഹികക്ഷേമ വകുപ്പ് സംസ്ഥാന കോർഡിനേഷൻ അംഗം കരീം പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. IG ഗോപിനാഥ് മുഖ്യ അതിഥിയായിരുന്നു. IG ടോമിൻ തച്ചങ്കരിക്കെതിരെയുള്ള കേസുകളുടെ തുടർ വിചാരണയ്ക്ക് പ്രത്യേക ട്രൈബ്യൂണൽ കോടതി വേണമെന്ന ഹർജി തൃശൂർ വിജിലൻസ് കോടതി തള്ളി. കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കുകയും തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാലാണ് PD ജോസഫ് നൽകിയ ഹർജി തൃശൂർ വിജിലൻസ് കോടതി തള്ളിയത്. സർക്കാർ മേഖലയിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ചക്ക സംസ്കരണശാല പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ തുടങ്ങാൻ പദ്ധതി വരുന്നു. ചക്ക സംസ്കരണശാലയുടെ ശിലാസ്ഥാപനം ഈ മാസം 19-ന് മന്ത്രി KP മോഹനൻ നിർവഹിക്കും. ശിലാസ്ഥാപന ചടങ്ങിൽ TN പ്രതാപൻ MLA അധ്യക്ഷത വഹിക്കും. അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ കീഴിൽ തുടങ്ങുന്ന കേന്ദ്രത്തിന് വേണ്ടി കേന്ദ്ര രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ നിന്ന് 1ാം ഘട്ടമായി 1,13,00,000 രൂപ അനുവദിച്ചു. പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം തുടങ്ങാൻ സ്ഥലം വാങ്ങി 1997 ഒക്ടോബർ 9-ന് ശിലാസ്ഥാപനം നടത്തിയ പൂപ്പത്തിയിലെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ചക്ക സംസ്കരണശാല ആരംഭിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതായി മതപണ്ഡിതന്മാർ അറിയിച്ചു. തൃശൂർ CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നാളെ രാവിലെ നടക്കുന്ന ഈദ്ഗാഹ് TCV തത്സമയം സംപ്രേഷണം ചെയ്യും. സോളാർ അഴിമതി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് മുഖ്യമന്ത്രി കേസ് അന്വേഷണം മരവിപ്പിക്കുകയാണെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു. ജുഡീഷ്യറിയെ പോലും സ്വാധീനിച്ച് കേസിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നതെന്നും പ്രകാശ് ബാബു. മോടി കൂട്ടിയ KSRTC റോഡിൽ ഗതാഗത കുരുക്കിന് പരിഹാരമായില്ല. ദിവാൻജി മൂല മുതൽ ശങ്കരയ്യർ റോഡ് വരെയുള്ള റോഡിലെ വൻ കുഴികളും റോഡിന്റെ വീതിക്കുറവുമാണ് ഗതാഗത കുരുക്കിന് കാരണം. അഡാട്ട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിലെ നിലവിലുള്ള ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ വീണ്ടും ചുമതലയേറ്റു.
ഭരണസമിതി പിരിച്ചുവിട്ടത് വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് LDF അടാട്ട് പഞ്ചായത്ത് കമ്മിറ്റി. ഡൽഹിയിലുണ്ടായ വാഹന അപകടത്തിൽ പറപ്പൂർ സ്വദേശിയായ MBA വിദ്യാർത്ഥി മരിച്ചു. ക്രൈസ്റ്റ് കോളേജിലെ കായിക അധ്യാപകൻ തോമസിന്റെ മകൻ ഡെയ്നാണ് മരിച്ചത്. തൃശൂർ റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കിങ്ഫിഷർ ട്രെയിനിംഗ്